നമസ്കാരം. ഞാൻ ഡോക്ടർ രാജേഷ്, മേലതിൽ ആയുർവേദ ക്ലിനിക്, ആലഞ്ചേരി, അഞ്ചൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ചുവന്നുള്ളിയെക്കുറിച്ചിട്ടാണ്. അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിൽ ഉർവശിയും മീര ജാസ്മിനും കൂടെ തകർത്ത് അഭിനയിച്ച ഒരു രംഗമുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലുള്ള കടുകുവറ എന്നതിനെക്കുറിച്ച് വളരെ രസകരമായിട്ട് അവരതിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കടുവറ യഥാർത്ഥത്തിൽ രുചിക്ക് വേണ്ടി മാത്രമല്ല, അത് വളരെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. ഇതിൽ നമ്മൾ കടുകിനോടൊപ്പം പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചുവന്നുള്ളി. ഈ ചുവന്നുള്ളി അലിയേസി ഫാമിലിയിൽപ്പെട്ടതാണ്. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം അലിയം ഓസ്റ്റിനി എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഒണിയൻ എന്നും ഷാലോട്ട് എന്നും പറയാറുണ്ട്. സംസ്കൃതത്തിൽ പലാണ്ടു എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ കടുക് വറക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളുടെ കറികളിലെല്ലാം ചുവന്നുള്ളി നല്ലതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചമ്മന്തി മുതലായ കറികളിലെല്ലാം നമ്മൾ നല്ലതുപോലെ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചുവന്നുള്ളി. ചുവന്നുള്ളി നമ്മുടെ പ്രതിരോധ ശക്തിയെ, ഇമ്മ്യൂണിറ്റിയെ കൂട്ടാൻ വേണ്ടി കൊച്ചുനാൾ മുതൽ കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത്. കരിപ്പെട്ടിയും ചുവന്നുള്ളിയുടെ നീരും കൂടെ ചേർത്ത് കുറുക്കി കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായി കൊടുക്കാറുണ്ടായിരുന്നു. ദഹനത്തിന് വളരെ ഉത്തമമാണിത്. അതുപോലെ വാതരോഗങ്ങൾ, പ്രമേഹം, ത്വക്ക് രോഗങ്ങൾ, അർശസ്, ക്ഷയം, നേത്രരോഗങ്ങൾ എന്നിവയിലെല്ലാം ഇത് ഉപയോഗിക്കുന്നു. ചുവന്നുള്ളിയെ 6 ഭൂതത്തെ കൊന്നവൾ എന്നാണ് പറയുന്നത്. ആ 6 ഭൂതങ്ങളായി പറയപ്പെടുന്നത് പ്രമേഹം, പ്ലേഗ്, അർബുദം, മഹോദരം, ക്ഷയം, ഹൃദ്രോഗം എന്നിവയാണ്. മുറുവെണ്ണയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചുവന്നുള്ളി. ഏറ്റവും കൂടുതൽ ചേർന്നിട്ടുള്ള ഒരു സാധനം ആണ് ചുവന്നുള്ളി മുറുവെണ്ണയിൽ. ഇത് സന്ധിവേദനകളിൽ ചുവന്നുള്ളിയുടെ നീരും കടുകെണ്ണയും കൂടെ ചേർത്ത് പുരട്ടുന്നത് വളരെ ഉത്തമമായി കണ്ടിട്ടുണ്ട്. ഇഞ്ചി നീരും ചുവന്നുള്ളിയുടെ നീരും തേനും സമം ചേർത്ത് ഉപയോഗിക്കുന്നത് ചുമ, ശ്വാസമുട്ട്, പനി മുതലായവയിൽ ആശ്വാസകരമായി കണ്ടിട്ടുണ്ട്. ബ്ലീഡിംഗ് പൈൽസ് അഥവാ അർശസ് മൂലമുണ്ടാകുന്ന രക്തസ്രാവത്തിൽ 10 ചുവന്നുള്ളിയുടെ അല്ലിയും 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അതിനകത്ത് വേവിച്ച്, ചെറിയ തീയിൽ വേവിച്ച് 1 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുത്ത് അത് ഉപയോഗിക്കുന്നത് ഈ ബ്ലീഡിങ് നിൽക്കുന്നതിന് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അത് ബ്ലീഡിങ് ഉള്ള സമയത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇതിൽ ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലുള്ള കാണപ്പെടുന്നതിനാൽ ഇത് വിളർച്ചയെ ഇല്ലാതാക്കുന്നു. അതുപോലെ ഉള്ളി ഇടിച്ച് പിഴിഞ്ഞ നീര് മോരിനകത്ത് ചേർത്ത് ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അതുപോലെ ചുവന്നുള്ളി മുറിച്ച് ചതച്ച് മുറിവിൽ വെച്ചാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതായിട്ട് കാണപ്പെടുന്നു. പണ്ട് കാലങ്ങളിൽ ഇത് പ്രധാനമായിട്ടും ആണിയോ അല്ലെങ്കിൽ കമ്പിയോ ഒക്കെ കൊണ്ട് മുറിവുകളിൽ ഇങ്ങനെ ചെയ്തിരുന്നു. ചുവന്നുള്ളിയും ക്യാൻസറുമായിട്ടുള്ള, നമുക്ക് സാധാരണ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസറിൽ ചുവന്നുള്ളി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ്. ചുവന്നുള്ളിയിലുള്ള ഈഥൈൽ അസറ്റേറ്റിൻ്റെ സത്ത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ വളരെ മന്ദീഭവിപ്പിക്കുന്നു. അതോടുകൂടി തന്നെ ക്യാൻസറിന് ഇത് വളരെ ഉത്തമമായി കരുതപ്പെടുന്ന ഒരെണ്ണമാണ്. ഇവ കുടലിലെ ക്യാൻസർ കോശങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അതുവഴി അവരുടെ ആ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ ഇല്ലാതാക്കുകയും പതുക്കെ ആ ക്യാൻസറിൻ്റെ നല്ല രീതിയിൽ ഇത് പ്രതിരോധിക്കുകയും ചെയ്യുന്നതായി കാണപ്പെടുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ക്യുറിസിറ്റിൻ എന്ന പ്ലാന്റ് ഫ്ലവനോയിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജി ഉണ്ടാക്കുന്ന ഹിസ്റ്റമിൻ കോശങ്ങളെ ഇല്ലാതാക്കുകയും അതുവഴി അലർജിയും നീർക്കെട്ടും ചൊറിച്ചിലും മുതലായവ മാറുന്നതായും കാണപ്പെട്ടിട്ടുണ്ട്. നന്ദി.